അപ്പൊ ഇന്ന് ഞങ്ങളാണിച്ച് ചുമ്മാ ലോബിയിലൊക്കെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പൊ കുറെ നേരം അങ്ങ് ബോറടിച്ചപ്പോഴാണ് നമ്മുടെ മീനു ആണിച്ച് നമുക്ക് ഒരു ചലഞ്ചൊക്കെ തന്നായിരുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ CS റാങ്കിൽ ഒരു റേസ് എടുക്കുകയാണെച്ചാൽ ഇപ്പൊ വന്ന് നമ്മുടെ ജോക്കറിന്റെ വണ്ടിയിലാണെച്ചാൽ അവിടെ എനിക്ക് എടുത്തുതരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ടീമേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനും ഉണ്ടായിരുന്നു, മീനുക്കുട്ടി ഉണ്ടായിരുന്നു, ദിലുക്കുട്ടനും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ AJ ഗെയിമർ ബ്രോയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഫ്രണ്ടാക്കാൻ പോണ മച്ചന്റെ ID ഇതാണ്. മച്ചനാണിച്ചത് ഇമോജി ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ID അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് വെറുതെ മൈൻഡ് ആക്കാണ്ട് വിടണ്ട, മച്ചന്റെ ID നമുക്ക് അങ്ങ് എടുക്കാന്നൊക്കെ വിചാരിച്ചു. നോക്കുകയാണെച്ച പേര് FZ എൻസോ എന്ന പേരുണ്ടായിരുന്നു. നോക്കുകയാണെച്ച വയനാട് ബൈസണിലൊക്കെ കയറി ഒരു പ്ലെയർ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെച്ചാൽ കുഴപ്പമില്ലാത്ത ഒരു പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മറ്റേ. പിന്നെ നമ്മുടെ കസ്റ്റം പാക്ക് ഡൗൺലോഡ് ഇല്ലാത്ത നമുക്ക് കോസ്റ്റ്യൂം ഒന്നും കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിൽ നോക്കുകയാണെച്ചാൽ 3 ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ ഏസ് എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയറസ്റ്റ് കിട്ടാണെച്ചാൽ 2 പ്ലേയേഴ്സ് നമ്മൾ നോക്കാക്കാന്നൊക്കെ വിചാരിച്ചു. ഒരു പ്ലെയർ നോക്കാക്കി, പിന്നെ 2ാമത്തെ പ്ലെയറിനെ നോക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ ആ ഒരു എനിമി വന്നിട്ടാണ് നമുക്ക് ഡാമേജ് ഒക്കെ തന്നായിരുന്നു. പിന്നെ നമ്മുടെ സ്മോക്ക് എന്ന് പറഞ്ഞ ഒരു രക്ഷകനായിട്ടുണ്ടായിരുന്നു. ആ സ്മോക്ക് ഇട്ടപ്പോൾ തന്നെ എനിമിക്കൊന്നും നമ്മൾ കാണാൻ പറ്റും. നമ്മുടെ പിന്നെ സ്നൈപ്പറിലെ കളിക്കുന്നത് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഒരു 150 കൊടുത്ത്, പിന്നെ പ്ലെയർ അടുത്ത് വന്നപ്പോൾ ഒരു 150 കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ അങ്ങനെ നോക്കാക്കി. പിന്നെ ഒരു ടീമേറ്റ് നോക്കുകയാണെച്ചാൽ അങ്ങ് ലോങ്ങിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ മീനൊക്കെ അടിച്ച് കൊന്നായിരുന്നു. പിന്നെ ഒരു ഫസ്റ്റ് ഒരു 150 കൊടുത്ത്, പിന്നെ ഒരു ഡാമേജ് കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ അങ്ങ് കൊന്നിട്ടാണ് ഒരു റൗണ്ടൊക്കെ നമ്മൾ ഏസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഏസ് എടുക്കാനൊക്കെ ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ റൗണ്ട് ചുമ്മാ കളിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു എനിമിനെ കണ്ടപ്പോൾ തന്നെ ആ പ്ലെയറിനെ അങ്ങ് അടിച്ച് നോക്കൊക്കെ ആക്കിയായിരുന്നു. പിന്നെ ഒരു ടീമേറ്റ് എന്ന് പറയുന്നത് ആ സ്മോക്കിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയില്ല, ആ പ്ലെയറിന് ഒരു 300 കൊടുത്തിട്ടാണ് ഡൗൺ ഒക്കെ ആക്കി. ലെഫ്റ്റ് സൈഡിക്കാണ് ഒരു പ്ലെയർ കയറി വന്നായിരുന്നു. അപ്പോൾ ആ പ്ലെയർ എനിക്ക് നമ്മുടെ ടീമേറ്റ് ആയിട്ട് പ്ലെയറിനെ കാണിച്ചെന്നായിരുന്നു. അപ്പോൾ നോക്കണ്ട, ആ പ്ലെയറിനെ അടിച്ച് കൊല്ലാനൊക്കെ വെച്ച്. പിന്നെ പ്ലെയർ ഓപ്പണിക്കാൻ വേണ്ടി വെയിറ്റ് ആക്കി. പിന്നെ വന്നപ്പോൾ ഷോട്ട് കൊടുത്ത് കൊണ്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ തലക്കിനെ കൊണ്ടാണിച്ച് പിന്നെ 3 ഡൗൺ ഒക്കെ ഇട്ട് ഫിനിഷ് ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുവരെ നമ്മുടെ ചാനലൊക്കെ കണ്ട് സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചന്മാരൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് പുതിയതായിട്ട് സബ്സ്ക്രൈബ് അടിക്കുന്ന മച്ചന്മാരൊക്കെ ഈ കാണുന്ന റെഡ് ഹാർട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട. എത്ര ആൾക്കാർ പുതിയതായിട്ട് സബ്സ്ക്രൈബ് അടിക്കുന്നുണ്ടെന്ന് അറിയാൻ. അതൊക്കെ നമ്മൾ ട്രിപ്പിൾ കിൽ എടുത്തപ്പോൾ തന്നെ നോക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് എന്ന് പറയുന്ന നന്മയുള്ള ലോകമായിട്ട് നമ്മളെ വന്നിട്ട് റിവൈവ് ഒക്കെ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കവറായിട്ട് ഗ്ലൂവാളൊക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ രക്ഷകനായ സ്മോക്കൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിമി വന്നപ്പോൾ തന്നെ ഒരു ഷോട്ട് കൊടുത്തപ്പോൾ 300 കൊണ്ടിട്ടാണ് ആ പ്ലെയർ കൊണ്ട് പിന്നെ ഒരു ഏസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ചപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.